വാർത്തയിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസുകളുടെ സർവീസ് റദ്ദാക്കൽ. അത് ഇനിയും പുനരാരംഭിച്ചിട്ടില്ല, പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമരം അവസാനിച്ചെങ്കിലും സർവീസുകൾ പൂർവ്വസ്ഥിതിയിൽ ആകുന്നില്ല. കൊച്ചിയിൽ നിന്ന് പുലർച്ചെ 2:05 ഷാർജയിലേക്കും രാവിലെ 8 ബഹ്റിനിലേക്കുമുള്ള വിമാനങ്ങൾ റദ്ദാക്കി. കണ്ണൂരിൽ നിന്നുള്ള 2 വിമാനങ്ങളും റദ്ദാക്കി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ആണ് ചേരുന്നത്. ഡാനി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസവും നമ്മൾ സംസാരിച്ചതാണ്, ഈ സമരം അവസാനിച്ചിട്ടും ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകൾ അത് പൂർവ്വസ്ഥിതിയിലേക്ക് ആകാത്തതിന്റെ കാരണം എന്താണ്? ഇന്നിപ്പോൾ ഏതൊക്കെ സർവീസുകളാണ് റദ്ദ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഗുഡ് മോർണിംഗ്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ ജീവനക്കാരുടെ സമരം അത് പിൻവലിക്കപ്പെട്ടെങ്കിലും അത് പൂർണ്ണമായിട്ട് തന്നെയും സർവീസുകൾ മുഴുവൻ തോതിൽ പ്രാവർത്തികമാക്കുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഈ ദിവസം ആകുമ്പോഴേക്കും എന്ന് തന്നെയാണ് ഈ ദിവസങ്ങളിൽ കാണുന്ന ഒരു ചിത്രം. ഇതിൽ ജീവനക്കാരുടെ ഒരു ഏകീകരണം പൂർണ്ണമായ തോതിൽ നടപ്പാക്കാൻ കഴിഞ്ഞു. കാരണം പല സെക്ടറിലുള്ള ജീവനക്കാരുടെയും ഈ അവധി അപേക്ഷ നൽകിക്കൊണ്ടാണ് അവർ ഈ സമരത്തിൻ്റെ സ്വഭാവമുള്ള ഒരു അവധി അപേക്ഷയിലേക്കാണ് പോയത്. ചിലർ തിരിച്ചെത്തി, പലരും തിരിച്ചെത്താത്തവരുണ്ട്. സ്വാഭാവികമായ അവരൊരു അവധി അപേക്ഷകൾ തന്നെയാണ് അതിൽ നിലനിൽക്കുന്നത്. അപ്പോൾ പൂർണ്ണമായും ഇവർ തിരിച്ചെത്തിയിട്ടുമില്ല എന്നത് തന്നെയാണ് ഈ കഴിഞ്ഞ ഷെഡ്യൂളിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി. ഇന്നലെയും സർവീസുകൾക്ക് മുടക്കം വന്നു, ഇന്നും അത് ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള 2 സർവീസുകൾ റദ്ദ് ചെയ്യപ്പെടും. ദമാം അബുദാബി സർവീസുകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലേക്ക് വരുമ്പോൾ ഷാർജ ബഹ്റിൻ സർവീസാണ് ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. പുലർച്ചെയുള്ള 2:05 പോകേണ്ടതും അതോടൊപ്പം തന്നെ 8 മണിക്കുണ്ടായിരുന്ന 2 സർവീസുകളാണ് റദ്ദ് ചെയ്തത്. അതോടൊപ്പം ഇപ്പോൾ നമ്മൾ ഷെഡ്യൂൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് കൊച്ചിയിൽ നിന്ന് രാത്രി 8 മണിക്കുള്ള അബുദാബി എയർ ഇന്ത്യ എക്സ്പ്രസ് കൂടി റദ്ദ് ചെയ്തതായിട്ട് ക്യാൻസൽഡ് എന്ന രീതിയിൽ തന്നെയാണ് അവർ ഷെഡ്യൂൾ വരുമ്പോഴേക്കും കാണിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് പൂർണ്ണമായ രീതിയിലേക്ക് അത് സജ്ജമായിട്ടില്ല എന്ന് തന്നെയാണ്. എങ്കിലും ചില സർവീസുകൾ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. ജീവനക്കാർ വരുന്ന ഫ്ലൈറ്റ് ക്യാബിൻ ക്രൂ എത്തുന്നതിന് മുറയ്ക്ക് ചില സർവീസുകൾ ഇതിനെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണ തോതിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. സർവീസുകൾ തടസ്സപ്പെടുമെന്ന് മാനേജ്മെൻറ്റ് തന്നെ നേരത്തെ അറിയിക്കുന്നുണ്ട്. എല്ലാ യാത്രക്കാരെയും തന്നെ അവർ സമൂഹ മാധ്യമങ്ങൾ വഴിയും അതോടൊപ്പം തന്നെ ഓൺലൈൻ സംവിധാനങ്ങൾ വഴിയും എല്ലാം തന്നെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വലിയ രീതിയിൽ തുടക്കത്തിലുണ്ടായിരുന്ന പോലെ വലിയ ബഹളങ്ങളോ കാര്യങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. കാരണം ആരും ഇവിടേക്ക് ഈ ഷെഡ്യൂൾ നോക്കിയതിന് ശേഷം മാത്രം വരിക എന്ന രീതിയിലാണ് അവർ പറയുന്നത്. ഇവർക്ക് മറ്റ് തീയതികളിലേക്ക് അലോട്ട്മെൻറ്റ് നൽകുന്നുണ്ട്, പോകുവാനായിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നുമുണ്ട്. പക്ഷേ ഈ പൂർണ്ണമായ രീതിയിലേക്ക് ഈ സർവീസുകൾ ആയിട്ടില്ല. അത് വരും ദിവസങ്ങളിൽ ആകും, അടുത്ത വർക്കിംഗ് ഡേ മുതലായിരിക്കാം ഒരുപക്ഷെ ആ രീതിയിലേക്ക് പൂർണ്ണ തോതിലേക്ക് സർവീസുകളാകുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യാത്രക്കാരുടെ ദുരിതം അത് ഇതിങ്ങനെ ഓരോ ദിവസവും ഏത് വിമാനം പോകും എന്ന് പോലും കൃത്യമായി പറയാൻ കഴിയാത്തത് യാത്രക്കാരെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. അതെ, ഈ റീഷെഡ്യൂൾ ചെയ്യും, റീഫണ്ട് ചെയ്യും, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നേരത്തെ അറിയിക്കുന്നുണ്ട്. വിമാനം ക്യാൻസലായ, സർവീസ് ക്യാൻസലായ കാര്യം നേരത്തെ അറിയിക്കുന്നുണ്ട് അധികൃതർ എന്നുണ്ടെങ്കിൽ പോലും ഈ അത്യാവശ്യമായ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് യാത്ര ബുക്ക് ചെയ്ത ഒരുപാട് ആളുകളുണ്ടല്ലോ. അതായത് പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ UAE-യിൽ നിന്നിങ്ങോട്ട് വിസ കാലാവധി കഴിഞ്ഞ ആളുകളുണ്ടാവും, അടിയന്തരമായ ചികിത്സാ ആവശ്യങ്ങൾക്കായി ബുക്ക് ചെയ്തിട്ടുള്ള യാത്രക്കാരുണ്ടാവും, അതേപോലെ തിരികെ ജോലിയിൽ പ്രവേശിക്കേണ്ട ആളുകളുണ്ടാകും, അങ്ങോട്ട് യാത്ര ചെയ്യേണ്ടവർ. അത്തരത്തിൽ അത്യാവശ്യത്തിന് വേണ്ടി ബുക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർ അനുഭവിക്കുന്ന ദുരിതം അത് വല്ലാത്ത ഒരു മാനസിക സംഘർഷങ്ങളിൽ കൂടി തന്നെ അവർ കടന്നു പോകുന്നു എന്ന് വേണമെങ്കിലും പറയാം. അത്തരത്തിൽ പല പ്രതികരണങ്ങളും നമ്മൾ സമൂഹ മാധ്യമങ്ങളിലും കാണുന്നുണ്ട്, അല്ലേ ഡാനി? ഇത് തുടങ്ങിയ ദിവസം മുതൽ നമ്മൾ കാണുന്നതാണ്. കാരണം ഇതിൽ ആദ്യത്തെ ദിവസങ്ങളിലെല്ലാം അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. റീഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ പോലും അത് ഏത് ദിവസത്തേക്ക് ലഭിക്കും, അന്ന് സമരം മാറുമോ, അത്തരം അനിശ്ചിതത്വങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. വളരെ പെട്ടെന്ന് അവിടേക്ക് തിരിച്ചെത്തേണ്ടത്, കൃത്യമായ സമയബന്ധിതമായി അവിടേക്ക് എത്തേണ്ടവർ, ജോലി വരെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളവർ, ഇവരെല്ലാവരും മറ്റ് വിമാന കമ്പനികളെ ആശ്രയിച്ചുകൊണ്ട് സഞ്ചാരം ഒരുക്കുമ്പോൾ അതിൽ ഭീമമായ തുകയാണ് അവർക്ക് മുടക്കേണ്ടി വരുന്നത്. നമുക്കറിയാം എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നെല്ലാം പറയുന്നത് ഒരു ബജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സംവിധാനമാണ്. സാധാരണക്കാർക്ക് ആശ്രയിക്കാവുന്ന, തീർത്തും മധ്യവർത്തികളായ യാത്രക്കാർക്ക്
പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലെ മലയാളികളെല്ലാം തന്നെ വളരെ കൂടുതലായി ആശ്രയിക്കുന്നത് ഈ ഒരു എയർലൈൻസിൽ തന്നെയാണ്. കാരണം അവരുടെ ഒരു ബജറ്റിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നാട്ടിലേക്ക് വരാൻ, തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കണ്ട് മടങ്ങുവാൻ എല്ലാം തന്നെ സാധിക്കുന്ന വലിയ രീതിയിൽ അവർക്ക് സാമ്പത്തികമായി ബാധ്യതയുണ്ടാക്കാത്ത രീതിയിലുള്ളൊരു സർവീസ് എല്ലാം തന്നെയാണ്. അതായത് സർവീസിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഇത്തരം ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വളരെ പരിമിതമായ ഒരു ടിക്കറ്റ് നിരക്ക് കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് നൽകാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ സംവിധാനം ഇല്ലാതാകുമ്പോൾ വലിയ രീതിയിലേക്കുള്ളൊരു ആഘാതം അവർക്ക് ഗൾഫ് മേഖലയിലുള്ള മലയാളികൾക്കെല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. അവർക്ക് വലിയ തുക കൊടുത്ത് വളരെ പെട്ടെന്ന് ടിക്കറ്റ് എടുക്കേണ്ടി വരുന്നൊരവസ്ഥ, മറ്റ് കമ്പനികൾ ഇതൊരു ചാകരയായി കാണുന്നൊരവസ്ഥ. നമുക്കറിയാം ഈ ഒരു വ്യോമഗതാഗത മേഖലയിൽ തന്നെ ഈ ടിക്കറ്റിംഗ് സമ്പ്രദായത്തിന് യാതൊരു രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുമില്ല. കാരണം കഴുത്തറപ്പൻ ചാർജ് എന്ന് പറഞ്ഞ് പലപ്പോഴും എല്ലാവരും തന്നെ ശബ്ദമുയർത്തുന്നതാണ്. ആരും ഇതിനൊരു റെഗുലറൈസ് ചെയ്യാനോ ഇതിൽ ഇടപെടാനോ പോലും അധികാരികൾ തയ്യാറാകാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ഇങ്ങനെ അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒരു മേഖലയ്ക്ക് കുറെ കൂടി ചൂഷണത്തിന് വലിയ സാധ്യതകളുടെ വാതിൽ തുറന്നു കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ സമയങ്ങൾ കടന്നു പോകുന്നത്. ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം മറ്റുള്ളവർക്കും ഒരു അവസരമാകുന്നു. ഈ യാത്രക്കാർക്കും മറ്റ് നിർവാഹമില്ലാതെ ഇവരെല്ലാം തന്നെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങൾ മാറിയിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം. എന്തായാലും സമരം പിൻവലിച്ചു എന്നതൊരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. എങ്കിൽ കൂടിയും ഈ 2 ദിവസം പിന്നിടുമ്പോഴും അതിൽ പൂർണ്ണ തോതിലേക്ക് ജീവനക്കാരെ എത്തുന്നില്ല എന്നതാണ്. അച്ചടക്ക നടപടികളടക്കം കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അവധിയിൽ പോയ പലരും തന്നെയും ആ അവധി ദിവസങ്ങളിലേക്ക് തന്നെ നീണ്ടുപോകുന്നു. ചിലർ എത്തിയെങ്കിലും മറ്റു പലരും അവധി ദിവസങ്ങളിലേക്ക് തന്നെ തുടർന്നു. അടുത്ത വർക്കിംഗ് ഡേയോടുകൂടി, തിങ്കളാഴ്ചയോടുകൂടി തന്നെ ഒരുപക്ഷെ ഇത് പൂർണ്ണമായ തോതിൽ സജ്ജമാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത്. ആ രീതിയിലുള്ളൊരു ആശങ്ക 2 ദിവസങ്ങൾ കൂടി ഉണ്ട്. അതുകൂടി കടന്നു പോകേണ്ടതുണ്ട്. അതിനിടയിൽ ചില സർവീസുകൾ ഇനിയും റദ്ദ് ചെയ്യപ്പെട്ടേക്കാം. ആര്യ, തീർച്ചയായും ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും സമരം അവസാനിച്ചെങ്കിലും യാത്രക്കാരുടെ ദുരിതം അത് അവസാനിക്കുന്നില്ല. സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നില്ല. ഇന്നും നിരവധി സർവീസുകൾ റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നാളേക്ക് ഈ സർവീസുകൾ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്.